കഴിഞ്ഞ ദിവസം ഭാര്യയുടെ കൂടെ പോയ ഒരു ചെറിയ വെക്കേഷൻ വീഡിയോ പോസ്റ്റാമെന്ന് കരുതി. കാശു അത് ചെളിയിലൊന്ന് കുടുങ്ങിയതായിരുന്നു കേട്ടോ. നല്ല കട്ട ചെളിയുള്ള സ്ഥലമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ഭാര്യയും കൂടെ ന്യൂയോർക്കിൽ നിന്ന് നേരെ ടാമ്പയ്ക്ക് വന്ന് ഇവിടെ ഒരുപാട് മാൻഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയാക്കിങ് ചെയ്യാമെന്ന് കരുതി വന്നതായിരുന്നു. കാശു അപ്പോൾ ഈ ടാമ്പ ഏരിയയിലുള്ള മാൻഗ്രൂവ് ഫോറസ്റ്റ് നല്ല രസമാട്ടോ. കാരണം അവിടെ ഒരുപാട് ടണൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ടണലിനുള്ളിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നല്ല കുറേ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും പേടിക്കാനുള്ള കാര്യമില്ല. കാരണം നമുക്ക് ടണലിൻ്റെ ഓപ്പണിങ്ങിൽ നിന്നും വെളിച്ചം ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പണ്ട് ഈ പറഞ്ഞ മാന്ത്രിക സിനിമയിലാണ് ഇങ്ങനെ ഒരു ബോട്ട് ചേസൊക്കെ ഓർക്കുന്നുണ്ട്. അതേമാതിരി പിച്ചാവരം കടലൂരടുത്ത് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ മാൻഗ്രൂവ് ഫോറസ്റ്റിൽ നാട്ടിൽ പോയത് ഓർക്കുന്നുണ്ട്. പക്ഷേ അന്ന് എന്തായിരുന്നു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലല്ലോ തുഴയണത്, എല്ലാവരും തുഴയുന്നു, അപ്പോൾ നമ്മളിരിക്കുന്നു. അത് ഒരു സുഖമുള്ള പരിപാടിയല്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. വിക്കി വാച്ചി എന്ന് പറഞ്ഞ് സ്പ്രിംഗ് വാട്ടർ വരുന്നൊരു സ്ഥലമുണ്ട്. വലിയൊരു, എനിക്ക് തോന്നുന്നു ഫ്ലോറിഡയിൽ തന്നെ അല്ലെങ്കിൽ US തന്നെ ഏറ്റവും വലിയൊരു സ്പ്രിംഗ് വാട്ടർ സിസ്റ്റമാണ്. അപ്പോൾ ഭൂമിക്കടിയിൽ നിന്നുമാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഏത് സമയത്തും ഇയർ അറൗണ്ട് ഒരു 72 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടുത്തെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ ടെമ്പറേച്ചറും അതുമാതിരി വിൻ്റർ ആയി കഴിയുമ്പോൾ കടലിൽ നിന്ന് ഈ കടൽ പശു ഉണ്ടല്ലോ, അല്ലെങ്കിൽ മനാറ്റീസ് എന്ന് ചിലർ പറയും, മാനറ്റീസ്. അപ്പോൾ ഇതുങ്ങൾ പ്രസവിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് ഫുള്ള് ഈ വിൻ്റർ കുറച്ചുകൂടെ തണുപ്പ് തുടങ്ങി കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് ഇതുങ്ങൾ ഈ മാനറ്റീസ് ആയിരിക്കും. I think it's fine, right? ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ വിക്കി വാച്ചി. ഒരു അടിപൊളി സംഭവമാണ് കയാക്കിങ് ചെയ്യാൻ. അതേമാതിരി സ്വിമ്മിങ് ഒന്നും പറ്റില്ല, കാരണം പറയാൻ പറ്റില്ല, ഫ്ലോറിഡയാണല്ലോ. അപ്പം മുതലോ മറ്റോ ഒക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിള്ളേരൊന്നുമായിട്ട് വരുന്നതിലും നല്ലത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കപ്പിൾസായിട്ട് വന്ന് സേഫായിട്ട് എൻജോയ് ചെയ്യുക. വെള്ളത്തിൽ ചാടാനോ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും പോകരുത് എന്ന് ഒന്ന് വാണിംഗ് തരാം. Hi. That fine? ഇത് ഫ്ലോറിഡ സ്റ്റേറ്റ് പാർക്കിൻ്റെ അണ്ടറിലുള്ളതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഫ്ലോറിഡ സ്റ്റേറ്റ് പാർക്കിൻ്റെ ഒരു മെയിൻ ഓഫീസും കാര്യങ്ങളും അവിടെ നിന്ന് നമുക്ക് കയാക്ക് റെൻറ്റിന് എടുക്കാൻ തോന്നുന്നു. ഞങ്ങൾ പ്രൈവറ്റ് വേറെ ഇതിൽ നിന്നാണ് റെൻറ്റിനെടുത്തത്. പക്ഷേ അവരുടെ ഒരു ഇങ്ങനെ ചെറിയൊരു മണിക്കൂർ ഏതാണ്ട് കയാക്കിങ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ
എടുത്തുനിന്ന് കയാക്ക് എടുത്ത് നമ്മൾ ഒഴുക്കിലേക്ക് കയാക്ക് ചെയ്ത് താഴെ ചെന്നിട്ട്, അതിപ്പോൾ ഒരുപാട് കയാക്കിങ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ അതായിരിക്കും, എങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളവർക്ക് അതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ താഴെ പോകുന്നു, അവിടെ നിന്ന് അവരുടെ ബസ്സിൽ തിരിച്ച് നമ്മളെ മുകളിൽ കൊണ്ടുപോയി വിടും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുഴയേണ്ട ആവശ്യം വരില്ല. പിന്നെ ഇവിടെ കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, കാറിൽ തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ മെർമെയ്ഡ് ഷോയും മറ്റും ഉണ്ട് അവരുടെ പാർക്കിൽ. അതിന് ഞങ്ങൾ പോയില്ല, ഞങ്ങൾ ജസ്റ്റ് കയാക്കിങ് ചെയ്തിട്ട് തിരിച്ചു വന്നു. അത് വലിയൊരു സംഭവമാണ്, എല്ലാവരും പോകാറുള്ളൊരു അട്രാക്ഷനാണ് എന്ന് കേട്ടിട്ടുണ്ട് ഈ മെർമെയ്ഡ് ഷോ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതി എടുത്ത വീഡിയോ അല്ല. അപ്പം ഞാനത് കഴിഞ്ഞിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓർത്തെങ്കിൽ അപ്ലോഡ് ചെയ്യാം. കാരണം അതുകൊണ്ടാണ് വോയിസ് ഓവർ ആഡ് ചെയ്യാമെന്ന് കരുതിയത്. കാരണം ഇപ്പോൾ കുറച്ച് ഇൻഫർമേഷനും കൂടി പറയാമല്ലോ അങ്ങനെയാവുമ്പോൾ. കാരണം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണിന് എടുത്ത വീഡിയോസായിരുന്നു. അപ്പോൾ ഈ വോയിസ് ഓവറിലൂടെ നമുക്ക് ഏതാണ് സ്ഥലം ഇപ്പം കാണുന്നവർക്കത് അറിയാം. പോകാൻ താല്പര്യമുള്ളവർക്ക്, US-ലുള്ളവരോ കാനഡയിലുള്ളവരൊക്കെ വെക്കേഷന് പോകുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോകാമല്ലോ അതുമാതിരി. പിന്നെ അല്ലാത്തവർക്ക് അറിഞ്ഞിരിക്കാൻ ഒരു ഇൻഫർമേഷനും കൂടിയാകും എന്ന് കരുതി ഞാൻ വോയിസ് ഓവർ ആഡ് ചെയ്തതാണ്. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു.